വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ ബിരിയാണി കഴിക്കാനായിട്ട്. നമ്മുടെ സാധാരണ ചോറും കറിയേക്കാളും കുറച്ചുകൂടെ അവർക്ക് ഇഷ്ടം ബിരിയാണിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഗീയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഈ സ്ലൈസ് ചെയ്യുന്ന ആ ഒരു മാൻഡലൈൻ ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചാണ് സ്ലൈസ് ചെയ്തെടുത്തത്. അപ്പം നല്ല തിന്നായിട്ട് തന്നെ വരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേനും ഇത് ഫ്രൈ ചെയ്തെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഷുഗർ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷുഗർ കൂടി ഇടുമ്പോൾ നല്ല ഒരു കാരമലൈസ്ഡ് ഒരു ഇത് വരും. അപ്പോൾ ഞാൻ കുറച്ച് മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂണോളം ഷുഗർ ചേർത്താൽ മതി. അതുകൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പം തന്നെ ഇത് കാരമലൈസ്ഡ് ആവും. അപ്പം നമ്മുടെ ഉള്ളി കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തത് പാനിൽ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് അതിൻ്റെ അതൊന്ന് ചൂടൊന്ന് ആറാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഉള്ളി വറുത്തതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം ഓയിലിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ അതിനകത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്താണ് ഒന്ന് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിത് ഒരു ഓവർനൈറ്റ് ഇത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മിനിമം ഒരു സൈഡ് ഒരു 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി, ഒത്തിരി ഒന്നും ഫ്രൈ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ 2 സൈഡൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ഒരു ബാച്ചാണ്, ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും ഒന്ന് മാറ്റിയേക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഒരു ബാച്ച് കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ 2 ബാച്ച് നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ബാച്ചാണ് കേട്ടോ ഞാനിപ്പോൾ ഇടുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേനും ബിരിയാണി കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അത് തന്നെയല്ല, അത് പൊടിഞ്ഞു പോകത്തുമില്ല ചിക്കൻ. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം. ആദ്യം നമ്മളൊരു 3-4 പച്ചമുളക് നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് പിന്നെ ഒരു 1.5 കൈപ്പിടിയോളം വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 കൈപ്പിടി അത്രയും ഇഞ്ചി കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ജസ്റ്റ് ചതക്കേ ചെയ്യാവുള്ളൂ കേട്ടോ, അരയ്ക്കേണ്ട ആവശ്യമില്ല. അത് ക്രഷ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈം ഇട്ടിരുന്ന ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് പാനിൽ നിന്ന് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ചിക്കനെല്ലാം റെഡിയായി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാനിനകത്തേക്ക് നമ്മൾ കുറച്ച് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓയിലുണ്ടല്ലോ, അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഉണ്ടല്ലോ, ഉള്ളി, അപ്പോൾ ഒരു 2 വലിയ ഉള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പോട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മല്ലിയില, പിന്നെ പുതിന ഇല, ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതുകൂടെ ചതച്ച് നമ്മൾ ഉള്ളിയും ഒക്കെ വഴറ്റിയില്ല അതിനകത്തേക്ക് ചേർക്കണം. അപ്പം നമ്മൾ ഇത് കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഉള്ളി ആ മിക്സ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ പൊടിയൊക്കെ ചേർക്കാൻ പോകുന്നത്. ഈ സമയമായപ്പോഴത്തേനും ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, അതിന് എരിവ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് അത്ര ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് തക്കാളി അരച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം കുറച്ച് പുളിയൊക്കെ വന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു വലിയ തക്കാളി നമ്മൾ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് അരച്ചെടുത്താണ്. അന്നേരവും നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് തക്കാളി അരച്ചെടുത്താൽ മതി. അതോടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം യോഗർട്ട് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ യോഗർട്ടോട് ചേർക്കുമ്പോഴത്തേനും നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ വരും. പിന്നെ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഈ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്.
ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനെല്ലാം ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് വേവാനായിട്ടൊന്ന് ഇത് ഓൾറെഡി ഒന്ന് വെന്താണ്, വറുക്കുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അതോടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണല്ലോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്തെ ആ ഗ്രേവിയും കൂടെ വരുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയാണ്. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾമോസ്റ്റ് ഇത് വെന്താണ്. അപ്പോൾ ഇനി നമുക്ക് അരി ഒന്ന് കുതിർക്കാൻ ഓൾറെഡി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. ഇതൊരു 5 കപ്പോളം അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി അതിൻ്റെ ഇതെല്ലാം തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് അത് സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനിനകത്തേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2-3 ബേ ലീഫ്, പിന്നെ കറുവാപ്പട്ട, പിന്നെ സ്റ്റാർ അനീസ്, കുറച്ച് ഏലക്ക, പിന്നെ ഗ്രാമ്പൂ, ഇതെല്ലാം ഇട്ട് നമുക്ക് ജസ്റ്റ് കരിയാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സൊട്ടേറ്റ് ചെയ്താൽ മതി. അതിനകത്തേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ബാസ്മതി റൈസ് ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി ഒന്ന് ഇളക്കി അങ്ങ് ഒന്ന് പൊടിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാനൊരു 10 കപ്പോളം തിളച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതോടെ ചേർത്തു. ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പോടെ ഇടണം. അതിന് മുമ്പ് കുറച്ച് നാരങ്ങാനീരും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബിരിയാണിയുടെ റൈസ് വേവിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഉപ്പ് കുറച്ച് മുമ്പിൽ നിൽക്കണം. അപ്പോഴാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. കാരണം ഉപ്പ് കുറവാണെങ്കിൽ മൊത്തം ടേസ്റ്റ് അത്രയ്ക്കങ്ങ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ, ഇതിനകത്തൊട്ടും വെള്ളമില്ല, നല്ല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ടിരുന്ന ബേ ലീഫ്, അതുപോലെ തന്നെ മറ്റ് കറുവാപ്പട്ട, ഇതെല്ലാം നമുക്ക് കടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് കാണുന്നത് നമുക്ക് അതങ്ങോട്ട് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനത് വേവിച്ച് വെച്ചിരുന്ന റൈസ് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് തന്നെയാണ് ഞാനത് ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് അടിയിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഒരു ലെയർ ഇടുക. അതിൻ്റെ മുകളിൽ കുറച്ച് റൈസ് ഇടുക. അപ്പം റൈസൊക്കെ നല്ല ചൂടോടുകൂടി ചെയ്താലേ ഉള്ളൂ ആ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പം നല്ല ചൂട് തന്നെയുണ്ട്. അപ്പം കുറച്ച് മല്ലിയിലയും പിന്നെ പുതിനയുടെ ഇലയും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയനും ഇതുപോലെ ഒരു കുറച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഗീയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തന്നെ സെയിം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ചിക്കൻ്റെ ഒരു ലെയർ ഇടുന്നു, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വീണ്ടും അരി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഗ്രേവിയോടെ ഒക്കെ നമ്മൾ ഈ ലെയറിനകത്ത് ഇടാം കേട്ടോ. ഇപ്പം റൈസ് വേവിച്ച് വെച്ചിരുന്ന കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇനി അതൊരു ലെയറാക്കി അതിന് ശേഷം വീണ്ടും മല്ലിയിലയും പുതിന ഇലയുടെ കൂടെ ഇടുന്നുണ്ട്. പിന്നെ സെയിം തിങ് ലൈക്ക് നമ്മൾ ഇതുണ്ടല്ലോ നമ്മൾ ഉള്ളി വറുത്ത് വെച്ചിരുന്നു, അതുകൂടെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗീ ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും റൈസിൻ്റെ മുകളിലേക്ക് ചിക്കൻ വേവിച്ച് വെച്ചിരുന്നത് ഇത് മുഴുവനും കൂടെ നമുക്ക് അതിനകത്ത് ചേർക്കാം. ഈ ഒരു ലെയറും കൂടെ ഉള്ളൂ. അപ്പം എല്ലാം തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റൈസ് കംപ്ലീറ്റ് ചെയ്തു. അതിന് മുകളിൽ സെയിം തന്നെ മല്ലിയില, പിന്നെ പുതിന ഇല, പിന്നെ ഉള്ളി വറുത്തത്, പിന്നെ ഗീ, ഇത്രയും ചേർത്ത് നമ്മൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂ ഉണ്ടല്ലോ, അതൊരു പിഞ്ച് കുറച്ച് ചൂടാക്കിയ പാലിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ച് കളറിനും പിന്നെ ഒരു ഫ്ലേവറിനുമാണ്. ഒത്തിരി കളറൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് പാലിനകത്ത് ചേർത്തും ഇങ്ങനെ ചെയ്യാം. പക്ഷേ കുങ്കുമപ്പൂ ആകുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഇത് ദം ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാം. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. പിന്നെ ഇത് നമ്മളൊരു പഴയ ഒരു ഫ്രൈ പാൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഇത് അടിയൊക്കെ കരിഞ്ഞു പോകും, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് മുകളിൽ കുറച്ച് വെയിറ്റോടെ വെച്ചു. അപ്പം ഇവിടെ വേറൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ ഇടികല്ലുണ്ടല്ലോ അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ച് ഇത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഈ സമയം ആയപ്പോഴത്തേനും ഞാൻ വറുത്ത് വെച്ചിരുന്ന കുറച്ച് കാഷ്യൂവും പിന്നെ കിസ്മിസ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. നമ്മൾ ഹോട്ടലൊക്കെ ഇതുപോലെയാണല്ലോ, ബൗളിനകത്താണല്ലോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനടിയിൽ കുറച്ച് ബിരിയാണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു മുട്ടയോടെ വെക്കാം.
അപ്പോൾ മുട്ടയും കൂടി വരുമ്പോഴാണല്ലോ നമ്മുടെ ബിരിയാണി കംപ്ലീറ്റ് ആകുന്നത്. അതിന് മുകളിൽ ബാക്കി റൈസ് കൂടി ഇട്ടു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉള്ളി ഫ്രൈ ചെയ്ത് മല്ലിയിലയും പുതിനയിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യുന്നത് കുറച്ച് റൈത്ത, അതായത് നമ്മുടെ തൈര്, അതിനകത്ത് കുറച്ച് ഉള്ളി, തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടതാണ്, കൂടെ പപ്പടം. ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ. അച്ചാർ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കുറച്ച് കഴിച്ചു നോക്കിയായിരുന്നു ടേസ്റ്റ് അറിയാനായിട്ട്. നല്ല അടിപൊളിയാണ്. ഇത് കുറച്ച് എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം കുട്ടികൾക്കായതുകൊണ്ട് അവർക്ക് ഒത്തിരി സ്പൈസ് ഇഷ്ടമല്ല. അപ്പം നമുക്ക് കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒക്കെ കൂടുതൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ എന്നാൽ ബൈ.